എൻ്റെ പേര് എൽസി പ്രിൻസ് എന്നാണ്. ഞങ്ങൾ മുണ്ടയ്ക്കൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ 17 ഡിസംബർ 23 ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞങ്ങളുടെ മോന് 13 വർഷമായി ശ്വാസമുട്ട് അനുഭവപ്പെട്ടിരുന്നവൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെപ്പോഴും ശ്വാസം മുട്ട് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമായിരുന്നു. ഇപ്പോൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് എല്ലാ ദിവസവും രാത്രി അവർ ഉറങ്ങുമ്പോൾ ഞാൻ തലയിൽ കുരിശ് വരച്ച് കൊടുക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും അവരുടെ വായിൽ ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അതിൻ്റെ ഫലമായി ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി അവന് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ അവൻ സൗഖ്യം പ്രാപിച്ച് ഇരിക്കുകയാണ്. രണ്ടാമത് എൻ്റെ മോൻ മൂത്താൾ SSLC ഫുൾ A+ നൽകി അമ്മ അനുഗ്രഹിച്ചു. അവൻ നല്ല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പഠനത്തിലേക്ക് പുറകിലേക്ക് പോയി. പിന്നീട് എവിടെ കൊണ്ട് ചേർത്താലും എല്ലാവരും കംപ്ലൈൻറ്റ് പറയുമായിരുന്നു, പഠിക്കുന്നില്ല എന്ന്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ അവൻ 8ാം ക്ലാസ്സിലായിരുന്നു. അപ്പോൾ മുതൽ അവൻ പഠിത്തത്തിൽ നല്ല മികവുള്ളവനായി മാറുകയും അവന് ഇപ്പോൾ SSLC പരീക്ഷയിൽ ഫുൾ A+ അമ്മ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അവന് ഉദ്ദേശിച്ച സ്കൂളിൽ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ തന്നെ അമ്മ അഡ്മിഷൻ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നീട് 2 വാഹന അപകടത്തിൽ നിന്നാണ് ഈശോ ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങളൊരു ദിവസം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ എൻ്റെ കൈയിൻ്റെ അത്രയും നീളത്തിൽ ടയർ പൊട്ടി തെറിച്ചു പോയി. വണ്ടി എങ്ങനെയോ സൈഡിലേക്ക് ഒതുങ്ങി. അമ്മയാണത് സംരക്ഷിച്ച് പിടിച്ചത്. കാരണം ഞങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എല്ലാവരുടെയും വായിലും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് കൊടുത്തിരുന്നു. അമ്മയുടെ പ്രത്യേക സംരക്ഷണം മൂലം ഞങ്ങൾ ഒരു അപകടവും ഇല്ലാണ്ട് അന്നേരം സംരക്ഷിക്കപ്പെടുകയും പിന്നീട് ഞങ്ങൾ ലക്ഷ്യസ്ഥലത്ത് കൊണ്ടെത്തിക്കുകയും ചെയ്തു. ടയർ മാറ്റി നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് ടയർ മൊത്തവും കാറ്റും പോയി നമുക്ക് വണ്ടി ഓടിച്ച് വരാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളവിടെ പെട്ടുപോയി. തിരുവോണ ദിവസമായിരുന്നു. ടയർ കടകളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. അന്നേരം ഓൺലൈനിൽ നമ്മൾ നോക്കി, അവരുടെ നമ്പറുകളിലൊക്കെ വിളിച്ചു, ഒരു രക്ഷയില്ല. അപ്പോൾ ഹാപ്പി ലാൻഡിലായിരുന്നു. അന്നേരം അവിടെയുള്ള വേറെ ആളുകൾ വന്ന് പറഞ്ഞു, 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആരും കാണത്തില്ല, സെക്യൂരിറ്റി അല്ലാതെ വേറെ ഒരു മനുഷ്യരും ഇവിടെ കാണത്തില്ല, നിങ്ങളിവിടെ പെട്ടുപോകുകയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ആ വണ്ടി കയറിയിരുന്ന അമ്മയോട് പറഞ്ഞു, അമ്മേ, ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് പ്രത്യേകം വേണം, ഞങ്ങളെങ്ങനെയെങ്കിലും അമ്മ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറും വന്നു. അച്ചായനെ വണ്ടി കയറ്റി കൊണ്ടുപോയി. ഏതോ ഒരു ദൂര സ്ഥലത്തു നിന്നൊരു ടയർ നമുക്ക് കിട്ടി. അത് ഉപയോഗിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ 3 മണിക്ക് മുമ്പേ അമ്മ പ്രത്യേകമായി സംരക്ഷിച്ച് നമ്മളെ തിരിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നെത്തിച്ചു. പിന്നീട് കഴിഞ്ഞതിൻ്റെ അങ്ങേ മാസം അച്ചാച്ചൻ വണ്ടി പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു റൈറ്റ് സൈഡിൽ നിന്നൊരു ബുള്ളറ്റ് എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല, സ്പീഡിന് വന്ന് ഡ്രൈവിംഗ് സൈഡിലിടിച്ചു. വല്ലാത്ത അവസ്ഥയിൽ പെട്ടുപോയി. കണ്ടവരെല്ലാം പറഞ്ഞത് അച്ഛൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമെന്ന. ഞാൻ പോകുന്നതിന് മുൻപ് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് പോക്കറ്റിൽ ഇച്ചിരി ഉപ്പൊക്കെ വിതറിയിട്ടാണ് വിട്ടത്. അച്ഛന് ഒരു പോറൽ പോലും ഏൽക്കാതെയും ഒരു പ്രശ്നങ്ങളുണ്ടാവാതെയും അമ്മ ഞങ്ങളെ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചു. മോൻ്റെ കൂടെ SSLCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 കുഞ്ഞുങ്ങൾ ട്യൂഷന് വരുന്ന വഴിക്ക് വാഹനാപകടത്തിൽപ്പെട്ടു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞപ്പോഴേ തന്നെ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ടു. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, വെൻറ്റിലേറ്ററിലായിരുന്നു മോൻ, കിട്ടില്ല എന്ന് പറഞ്ഞതാ, നല്ല ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അവന് വേണ്ടിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ തന്നെ അവിടെ ചെല്ലണം, എനിക്ക് കയറാൻ പറ്റില്ല, ഞാൻ അമ്മയായിട്ട് ഉടമ്പടിയിലാണ്, അമ്മ ഈ അവസ്ഥയിൽ ഇടപെട്ടേ പറ്റൂ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് അപ്പോൾ തന്നെ ഇടുകയും ചെയ്തു. മോൻ പിന്നീട് പെട്ടെന്ന് സുഖമാകുകയും ഹോസ്പിറ്റലുകാർ പറഞ്ഞു, ഇത് ഒരു മിറക്കിളാണ്, ഇത് ഞങ്ങളുടെ മിറക്കിൾ റെക്കോർഡിൽ ചേർക്കും ഞങ്ങൾ, ഇത് അസാധ്യമായ കാര്യമല്ല. അവന് ഓർമ്മ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ എപ്പോഴും അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അമ്മയോട്. മോൻ സുഖം പ്രാപിക്കുകയും SSLC എക്സാം എഴുതി അവൻ ജയിക്കുകയും ചെയ്തു. കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുന്നത് എൻ്റെ മുൻപിൽ ഏറ്റവും ആവശ്യമെന്ന് എപ്പോൾ തോന്നിയാലും ഞാൻ അവർക്ക് സഹായം ചെയ്യാറുണ്ട്. പിന്നീട് കൂടുതലായും മരിച്ചുപോയവർക്ക് വേണ്ടി കഴിയുന്നത്ര ദിവ്യബലികൾ അവർക്ക് വേണ്ടി അർപ്പിച്ച് അവരെ ഈശോയുടെ സന്നിധിയിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം. കുർബാനയും കുമ്പസാരവും ഞായറാഴ്ചയും മുടങ്ങാതെ പോകാറുണ്ട്. കഴിയുന്ന ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസവും പോകാറുണ്ട്. 2 ആഴ്ചയിലൊരു മാക്സിമം
കുമ്പസാരിക്കാൻ പോകും. ചില മാസങ്ങളിൽ എനിക്ക് മുടങ്ങാറുണ്ട്. എന്നാലും ഒരു മാസത്തിൽ കൂടുതൽ പോകാൻ ഞാൻ സമ്മതിക്കാറില്ല. എല്ലാ കാര്യങ്ങളും അമ്മേനെ ഏൽപ്പിച്ചുകൊണ്ട് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഉടമ്പടിയിലായിരിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബവും പൂർണ്ണമായി അമ്മയുടെ സംരക്ഷണത്തിലായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയോട് നന്ദി പറയുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 36-ാം അധ്യായം 26-ാം തിരുവചനം പറയുന്നു: ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം നൽകും. ഉടമ്പടിയെടുത്ത് വിശ്വസ്തരായി ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു സംരക്ഷണമാണ് നമ്മെ എല്ലാ അപകടത്തിൽ നിന്നും ആപത്തുകളിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വലിയ സംരക്ഷണം ലഭിക്കുക എന്നുള്ളത്. നാം ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തവും പരിശുദ്ധ അമ്മ ഈശോയെ ഏൽപ്പിക്കുന്ന ഒരു ജീവിത പദ്ധതിയാണ് ഉടമ്പടി. ഉടമ്പടിയിലൂടെ കൃത്യമായി നാം നിബന്ധനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സംരക്ഷണം എന്താണെന്ന് ഓരോ സാക്ഷ്യങ്ങളും നാം കേട്ട് മനസ്സിലാക്കുകയാണ്. എൽസി പ്രിൻസ് ഇവിടെ പറഞ്ഞ ഈ മനോഹരമായ സാക്ഷ്യത്തിൽ തൻ്റെ മകന് 13 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു ശ്വാസ തടസ്സം വളരെ അധികം കാലം ട്രീറ്റ് ചെയ്തിട്ടും മാറാതെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിലാണ് അത് പൂർണ്ണമായും സൗഖ്യപ്പെട്ടതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മക്കളുടെ കാര്യത്തിന് വേണ്ടി ഉടമ്പടിയെടുത്ത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ മകൻ നന്നായി പഠിക്കുന്ന കൊച്ചായിരുന്നു. പക്ഷേ അവൻ്റെ പരീക്ഷണ സമയത്തുണ്ടായ അസ്വസ്ഥതകളിൽ നിന്നെല്ലാം അവനെ കാത്തുരക്ഷിച്ചുകൊണ്ട് +2 അവന് നല്ല വിജയം നൽകി അനുഗ്രഹിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. 2 ആക്സിഡൻറ്റുകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. തങ്ങൾക്ക് യാതൊരു പോറൽ പോലും ഏൽക്കാതെ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം നൽകി സാമീപ്യം നൽകി അവരെ സംരക്ഷിച്ചു എന്ന് പറയുന്നു. ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മോട് ഒരു ക്രോസ് ക്വസ്റ്റ്യൻ നടത്തുന്നുണ്ട്. നിങ്ങൾ വിശേഷ വിധിയായി എന്താണ് ചെയ്തത്? ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ ജീവിതകാലം മുഴുവനുള്ളൊരു സംരക്ഷണം പരിശുദ്ധ അമ്മ ഏറ്റെടുക്കുകയാണ്. ഈശോയിൽ നിന്ന് അത്യാവശ്യവും ആവശ്യവും വരും തലമുറയ്ക്കുമുള്ള എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ അമ്മ നമുക്ക് പ്രാപിച്ചു തരുന്നുണ്ട്. ഇവരുടെ 2ാമത്തെ സാക്ഷ്യമാണിത്. അവർ ചെയ്യുന്ന ഒരു ബാങ്ക് ഡിപ്പോസിറ്റാണ്, സ്വർഗത്തിലേക്കുള്ള ഒരു ഡിപ്പോസിറ്റാണ്. ഈ സഹോദരി പറയുന്നു, ഞാൻ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി എന്നും കുർബാനകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. വലിയൊരു ഡിപ്പോസിറ്റ് അക്കൗണ്ടാണത്. നമുക്കും ഈ മാതൃക സ്വീകരിക്കാം. എപ്പോഴും വിശേഷവിധിയായി നാം എന്തു ചെയ്യുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. 2ാമതും സാക്ഷ്യം പറയുമ്പോൾ ഈശോയ്ക്ക് ഞാൻ എന്തു കൊടുത്തു എന്ന് നമുക്ക് വിചിന്തനം ചെയ്തുകൊണ്ട് ഈശോയോട് നന്ദി പറയാം. ഈ കുടുംബത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൽസി പ്രിൻസിൻ്റെ കുടുംബത്തിന് വേണ്ടി ഈശോയോടും അമ്മയോടും നന്ദി പറഞ്ഞൊരു വലിയ കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.